ഹായ് ഡിയേഴ്സ്, മമ്മി അൻവിയുടെ ഹെൽത്തി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലി എന്ന് പറയുകയാണെങ്കിൽ ഹെൽത്തി ഫുഡുകളൊക്കെ കുറവാണല്ലേ. അപ്പോൾ നമ്മൾ അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം. ഇടയ്ക്കെങ്കിലും നമുക്ക് സമയമുള്ളപ്പോഴെങ്കിലും നമ്മൾ ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഓരോ വിഭവങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് എന്തായാലും നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുറം ഭാഗത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക വേണമെങ്കിൽ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കൊത്തി കൊത്തി അരിയാന്നാണ് പറയുക. നമ്മളൊക്കെ എല്ലാവരും എന്താ പറയുക അറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളവും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞ് ഇട്ടുകൊടുക്കേണ്ടത്. എന്നാലാണ് അതിൽ ചെറിയൊരു കറ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇടുക. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ ഉള്ളി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളിയുടെ കളർ ഒരുപാട് മാറണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് വന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വാഴക്കൂമ്പില്ലേ അരിഞ്ഞിട്ട് അത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിൽ ചെറിയൊരു കറ ഉണ്ടെന്ന് പറയില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ അധികമായിട്ട് വെക്കരുത്, കുറച്ച് മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് തന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരി മുളകിൻ്റെ ആ എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി കുറച്ച് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുക. അങ്ങനെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ചിലപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആവി വരിക എന്ന് പറയുന്നത്, അതായത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ വെക്കുമ്പോൾ ഇളക്കുമ്പോൾ തന്നെ അടിയിൽ പിടിക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് വെള്ളം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് നമുക്കത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചേർക്കണില്ല. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.